വെൽക്കം ബാക്ക് ടു ഡ്രീം ക്യാച്ചർ. ഒട്ടും തന്നെ ധൈര്യവും ആത്മവിശ്വാസവും ചോരാതെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ മൊത്തത്തിൽ അങ്ങ് പഠിച്ചെടുക്കാം. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 2010 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് 2010-ൽ നിന്ന് തന്നെയാണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന പോർഷനിലെ ക്വസ്റ്റ്യൻ ആണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻ which depend on the number of solute particles in the solution irrespective of their nature. Okay, name the four important colligative property. The four important colligative properties are relative lowering of vapor pressure, elevation of boiling point, depression of freezing point, and osmotic pressure. Okay, what happens to the colligative properties when ethanoic acid is treated with benzene and give reason? So ethanoic acid ബെൻസീനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിക്ക് സംഭവിക്കുന്നത്? എത്തനോയിക് ആസിഡ് എന്ന് പറയുന്നത് അസറ്റിക് ആസിഡാണ്. ഇത് ബെൻസീനുമായിട്ട് ഡൈമറൈസ് ചെയ്യും. അങ്ങനെ വഴി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിക്രീസ് ചെയ്യും. അങ്ങനെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും ഡിക്രീസ് ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്തനോയിക് ആസിഡ് ബെൻസീനുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിക്ക് അത് എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മൾ പറയണം, എപ്പോഴാണോ എത്തനോയിക് ആസിഡ് ബെൻസീനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് അത് ഡൈമറൈസ് ചെയ്യപ്പെടും. ഡൈമറൈസ് ചെയ്യപ്പെടുമ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറയുകയും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ അത് ചോദിച്ചത് 2011-ലാണ്. ദ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്, depression of freezing point, and osmotic pressure are important colligative properties of dilute solutions. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറും എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റും ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻറ്റും ഓസ്മോട്ടിക് പ്രഷറും എല്ലാം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസാണ്. Relative lowering of vapor pressure of aqueous dilute solution of glucose is 0.018. What is the mole fraction of glucose in the solution? അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എത്രയാണ്? ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് what is the mole fraction of glucose in the solution? ഗ്ലൂക്കോസിനകത്തുള്ള മോൾ ഫ്രാക്ഷൻ എത്രയെന്നാണ് നമ്മൾ പറയേണ്ടത്. ക്വസ്റ്റ്യനിൽ കൂടാതെ തന്നെ തന്നിട്ടുണ്ട് അക്വസ് ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസിൻ്റെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ 0.018 ആണ്. ഇപ്പോൾ നമ്മൾ ആൻസർ എഴുതണം. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഈക്വൽ ആണ്. സോ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിൻ്റെ വാല്യൂ 0.018 ആണെങ്കിൽ മോൾ ഫ്രാക്ഷൻ്റെ വാല്യൂ 0.018 ആണ്. സോ ദ വാല്യൂ ഇസ് സെയിം. ദർ ഇസ് നോ കാൽക്കുലേഷൻ നെസസറി. ഫൈൻ. ഇനി ബി പാർട്ട്. An aqueous dilute solution of a non-volatile solute boils at 373.052 Kelvin. Find the freezing point of the solution for water. Kb is equal to 0.52 and Kf എന്ന് പറയുന്നത് 1.86 ആണ്. നോർമൽ ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ 373 കെൽവിനും നോർമൽ ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 273 കെൽവിനുമാണ്. ഓക്കെ, ഒരു സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിൻ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കെ ബി തന്നിട്ടുണ്ട്, കെ എഫ് തന്നിട്ടുണ്ട്, നോർമൽ ബോയിലിംഗ് പോയിൻ്റ് തന്നിട്ടുണ്ട്, ഫ്രീസിംഗ് പോയിൻ്റ് തന്നിട്ടുണ്ട്. നോർമൽ ബോയിലിംഗ് പോയിൻറ്റും നോർമൽ ഫ്രീസിംഗ് പോയിൻറ്റും തന്നിട്ടുണ്ട് നമുക്ക്. ഈവൻ ദോ വി നോ ദാറ്റ് ഏർലി ഇറ്റ് സെൽഫ്, പക്ഷേ ദേ സെഡ് ദാറ്റ് ബിക്കോസ് ടു മേക്ക് അസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അത്
കെൽവിനിലാണെന്ന്. സെൽഷ്യസിലാണെങ്കിൽ പോലും യു ഹാവ് ടു ചേഞ്ച് ദാറ്റ് ടു കെൽവിൻ. സോ TB is equal to 373.052 Kelvin. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടി ഒന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ക്വസ്റ്റ്യൻ അല്ല, ഓക്കെ, ക്വസ്റ്റ്യൻ തന്നെ ആയിക്കോട്ടെ. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് KB തന്നിട്ടുണ്ട്, KF തന്നിട്ടുണ്ട്, ദെൻ നോർമൽ ബോയിലിംഗ് പോയിൻറ്റും ഫ്രീസിങ് പോയിൻ്റ് ഓഫ് വാട്ടർ. ആൻഡ് ദെൻ കണ്ടുപിടിക്കേണ്ടത് ഫ്രീസിങ് പോയിൻ്റ് ഓഫ് ദ സൊല്യൂഷൻ, ബോയിലിംഗ് പോയിൻ്റ് ഓഫ് ദ സൊല്യൂഷൻ തന്നിട്ടുണ്ട്. അപ്പം ഫ്രീസിങ് പോയിൻ്റ് ഓഫ് ദ സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഫോർമുല TF is equal to delta TF plus TF0. അപ്പം സാധാരണ എല്ലാവരും മുകളിൽ നിന്ന് താഴോട്ടാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാൻ പോകുന്നത് താഴത്തെ ഇക്വേഷനിൽ നിന്നാണ്. അപ്പം ഫ്രീസിങ് പോയിൻ്റ് ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഡിപ്രഷൻ ഓഫ് ദ ഫ്രീസിങ് പോയിൻ്റ് പ്ലസ് TF0 എന്ന് പറയുന്നത് ഫ്രീസിങ് പോയിൻ്റ് ഓഫ് ദ വാട്ടർ. അപ്പം ഡിപ്രഷൻ ഓഫ് ദ ഫ്രീസിങ് പോയിൻ്റ് പ്ലസ് ഫ്രീസിങ് പോയിൻ്റ് ഓഫ് ദ വാട്ടറാണ് നമ്മളിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഡിപ്രഷൻ ഓഫ് ദ ഫ്രീസിങ് പോയിൻ്റായ ഡെൽറ്റ TF വേണം. ഡെൽറ്റ TF കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് KF ഇൻറ്റു M. KF ഇൻറ്റു M ആണ് ഫോർമുല, പക്ഷേ M നമുക്കറിയില്ല. M കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് M is equal to ഡെൽറ്റ TB ഡിവൈഡഡ് ബൈ KB. ഡെൽറ്റ TB നമ്മുടെ കയ്യിൽ ഇല്ല, അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കയ്യിൽ ഇല്ല. KB ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.52. ഡെൽറ്റ TB എങ്ങനെ കണ്ടുപിടിക്കും? TB മൈനസ് TB0. TB0 എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിൻ്റ് ഓഫ് ദ വാട്ടർ. TB എങ്ങനെ കണ്ടുപിടിക്കും? TB തന്നിട്ടുണ്ട് കേട്ടോ, ബോയിലിംഗ് പോയിൻ്റ് ഓഫ് ദ സൊല്യൂഷൻ എന്ന്. ഇത് പഠിക്കാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഒന്നും കൂടി ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ്, നിങ്ങളത് എഴുതുക. മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളത് എഴുതിയിരിക്കണം. ഓക്കെ, അപ്പം KB തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, KF തന്നിട്ടുണ്ട്, ദെൻ TF0യും TB0യും തന്നിട്ടുണ്ട്, ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടറും ഫ്രീസിങ് പോയിൻ്റ് ഓഫ് വാട്ടറും. പിന്നെ തന്നിട്ടുള്ളത് ബോയിലിംഗ് പോയിൻ്റ് ഓഫ് ദ സൊല്യൂഷൻ. അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്രീസിങ് പോയിൻ്റ് ഓഫ് ദ സൊല്യൂഷൻ. അപ്പം TF കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഡെൽറ്റ TF മൈനസ് TF0 അല്ലെങ്കിൽ TF നോട്ട്. അപ്പം പക്ഷേ എനിക്ക് ഡെൽറ്റ TF ഇല്ല. ഡെൽറ്റ TF കണ്ടുപിടിക്കണമെങ്കിൽ KF ഇൻറ്റു M. KF കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ KF നമുക്കറിയാം കേട്ടോ, തന്നിട്ടുണ്ട്. KF തന്നിട്ടുണ്ട്. M കണ്ടുപിടിക്കണമെങ്കിൽ ഡെൽറ്റ TB ബൈ KB. അവിടെയും നമ്മളെ ശ്രദ്ധിച്ചു, ഡെൽറ്റ TB ഇല്ല. ഡെൽറ്റ TB വേണമെങ്കിൽ TB മൈനസ് TB0. അപ്പം എനിക്ക് ഫ്രീസിങ് പോയിൻ്റ് ഓഫ് ദ സൊല്യൂഷൻ ആണ് വേണ്ടുന്നതെങ്കിൽ ബോയിലിംഗ് പോയിന്റിൽ ഒരു സ്റ്റെപ്പ് ചെയ്യണം, വീണ്ടും ബോയിലിംഗ് പോയിന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് ചെയ്യണം, അതിനുശേഷം ഫ്രീസിങ് പോയിന്റ്, അതിനും ശേഷമാണ് ഫ്രീസിങ് പോയിന്റ്. അപ്പോൾ 4 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ 2 സ്റ്റെപ്പ് ബോയിലിംഗ് പോയിന്റും 2 സ്റ്റെപ്പ് ഫ്രീസിങ് പോയിന്റും ആണ്. അപ്പം ഡെൽറ്റ TB is equal to TB മൈനസ് TB0. ഓക്കെ, ശരിക്കും ഡെൽറ്റ TF എന്ന് പറയുന്നത് TF മൈനസ് TF0 പോലെയാണ്. ഡെൽറ്റ TB എന്ന് പറയുന്നത് TB മൈനസ് TB0. TB തന്നിട്ടുണ്ട് 373.05. ഇനി TB0 എന്ന് പറയുന്നത് 373. അത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 0.052. കിട്ടിയല്ലോ, അടിപൊളിയായിട്ട് സെറ്റായില്ലേ. ഇനി എനിക്ക് വേണ്ടുന്നത് ഡെൽറ്റ TB ഡിവൈഡഡ് ബൈ KB ആണ്.
അപ്പം ഡെൽറ്റ ടി ബി ഇപ്പോൾ ഇനി കണ്ടുപിടിച്ചതേ ഉള്ളൂ 0.052 ഡിവൈഡഡ് ബൈ കെ ബി എന്ന് പറയുന്നത് 0.52. അങ്ങനെ ചെയ്തപ്പോൾ 0.1 എന്ന് കിട്ടി. 0.1 എന്ന് കിട്ടി. ഇനി ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം. കെ എഫ് എത്രയാണ് ഇവിടെ? 1.86 ഇൻറ്റു എം എന്ന് പറയുന്നത് 0.1 ആണ്. ദാറ്റ് ഈസ് ആൻസർ. യു ക്യാൻ യൂസ് കാൽക്കുലേറ്റർ ഇൻ ദ എക്സാം ഹോൾ. അപ്പോൾ ആ കാൽക്കുലേറ്റർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വി വിൽ ഗെറ്റ് 0.186 കെൽവിൻ. കെ കിട്ടിയല്ലോ. അപ്പോൾ എനിക്ക് എം കിട്ടി, കെ എഫ് കിട്ടി. കെ എഫ് ഓൾറെഡി ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ ഡെൽറ്റ ടി എഫ് എന്താണെന്ന് കിട്ടി. അപ്പം ഡെൽറ്റ ടി എഫ് പ്ലസ് ടി എഫ് 0. അപ്പം ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നത് 0.186 പ്ലസ് ടി എഫ് 0 എത്രയാണ്? അതായത് ഫ്രീസിങ് പോയിൻറ്റ് 273. ആൻസർ, ഫൈനൽ ആൻസർ ആയിട്ട് 273.186 കെൽവിൻ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? സോ ഇത് പഠിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. റൈറ്റ് ദിസ് ഡൗൺ അറ്റ്ലീസ്റ്റ് 3 times, 3 തവണയെങ്കിലും എഴുതി പഠിക്കുക. ഓക്കെ ആണല്ലോ? അപ്പം എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത? നമുക്കിപ്പം ഫ്രീസിങ് പോയിൻ്റാണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ബോയിലിംഗ് പോയിൻറ്റിൻ്റെ 2 സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഫ്രീസിങ് പോയിൻറ്റിലെ 2 സ്റ്റെപ്പിലോട്ട് എത്തുകയുള്ളൂ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നിന്ന് ആലോചിച്ച് വരിക, എനിക്ക് വേണ്ടുന്നത് എന്താണ്? ഫ്രീസിങ് പോയിൻ്റ് ഓഫ് ദ സൊല്യൂഷൻ. ഫ്രീസിങ് പോയിൻ്റ് ഓഫ് ദ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ ദ ഫോർമുല ഈസ് TF is equal to delta TF minus TF0. ഓക്കെ, പ്ലസ് TF0. പക്ഷെ അവിടുത്തെ പ്രശ്നം ഡെൽറ്റ ടി എഫ് ഇല്ല. ഡെൽറ്റ ടി എഫ് വേണമെങ്കിൽ കെ എഫ് ഇൻറ്റു എം ചെയ്യണം. എം കിട്ടണമെങ്കിൽ ബോയിലിംഗ് പോയിൻറ്റിനെ ആശ്രയിക്കണം. ബോയിലിംഗ് പോയിൻ്റ് എന്താണ്? ബോയിലിംഗ് പോയിൻ്റ് ഡെൽറ്റ ടി ബി ബൈ കെ ബി. പക്ഷെ ഡെൽറ്റ ടി ബി ഇല്ലാത്തത് കൊണ്ട് വി അഗെയിൻ നോ ദ ഫോർമുല ടി ബി മൈനസ് ടി ബി 0. അങ്ങനെ വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ. Colligative properties can be used to determine the molar mass of solutes in solution. Sorry. Okay. For colligative properties can be used to determine the molar mass of solutes in solution. What do you mean by colligative property? ഏത് പ്രോപ്പർട്ടിയാണോ വിച്ച് ഡിപ്പെൻഡ് ഓൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ ആൻഡ് നോട്ട് ഓൺ ദെയർ നേച്ചർ. നേച്ചറിനെ അല്ലാതെ സൊല്യൂട്ട് പാർട്ടിക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആർ ദോസ് പ്രോപ്പർട്ടീസ് വിച്ച് ഓൺലി ഡിപ്പെൻഡ് ഓൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആൻഡ് നോട്ട് ഓൺ ദ നേച്ചർ. ഇനി ബി, for determining the molecular mass of polymers, osmotic pressure is preferred to other properties. Why? എന്തുകൊണ്ടാണ്? ഒരു പോളിമറിൻ്റെ മോളിക്കുലാർ മാസ് ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ ഓസ്മോട്ടിക് പ്രഷറാണ് മറ്റുള്ള പ്രോപ്പർട്ടികളെക്കാട്ടും കൂടുതലായിട്ടും പ്രിഫർ ചെയ്തേക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം പോളിമേഴ്സിന് വളരെ കുറവ് സോല്യുബിലിറ്റിയാണ്. അപ്പോൾ അവരുടെ സൊല്യൂഷൻ വളരെ ഡൈല്യൂട്ടാണ്. പക്ഷെ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ മാഗ്നിറ്റ്യൂഡ് വളരെ വലുതാണ്, വെരി ലാർജ് ഈവൻ ഫോർ എ വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻ. അതുകൊണ്ടാണ് ഓസ്മോട്ടിക് പ്രഷറിനെ ഇസ് യൂസ്ഡ് ടു മെഷർമെൻറ്റ് ഇസ് യൂസ്ഡ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് ദർ മോളാർ മാസ്. അപ്പം എന്താണ്? പോളിമേഴ്സിൻ്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ ഓസ്മോട്ടിക് പ്രഷറാണ് ബാക്കിയുള്ള പ്രോപ്പർട്ടിയെക്കാട്ടും കൂടുതൽ പ്രിഫർ ചെയ്തേക്കുന്നത്. റീസൺ, പോളിമേഴ്സിന് വളരെ ചെറിയ സോല്യുബിലിറ്റി ആണ് ഉള്ളത്. സോല്യുബിലിറ്റി വളരെ പുവർ ആയതുകൊണ്ട് അവരുടെ സൊല്യൂഷൻ വളരെ ഡൈല്യൂട്ടാണ്. ഓക്കെ, അപ്പം
വളരെ ഡൈല്യൂട്ടായിട്ടുള്ള സൊല്യൂഷൻ്റെ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ മാഗ്നിറ്റ്യൂഡ് വളരെ വലുതാണ്. അപ്പം ഓസ്മോട്ടിക് പ്രഷറിൻ്റെ മാഗ്നിറ്റ്യൂഡ് വളരെ വലുതാണ് ഈവൻ ഫോർ എ ഡൈല്യൂട്ട് സൊല്യൂഷൻ. അതുകൊണ്ടാണ് ഓസ്മോട്ടിക് പ്രഷർ മോളാർ മാസ്സായിട്ട് എടുക്കാനുള്ള റീസൺ. അപ്പം നിങ്ങൾക്ക് ഇത്രയും വലുതായിട്ട് എഴുതാനൊന്നും പറ്റില്ല, പാടാണ് എന്ന് തോന്നുന്നെങ്കിൽ ഇങ്ങനെ എഴുതുക. The magnitude of osmotic pressure is very large for dilute solutions. So osmotic pressure measurement is used for the determination of their molar mass. ലാസ്റ്റ് സെൻറ്റൻസ് വേണ്ട, ഇടയ്ക്കത്തെ ഒരു സെൻറ്റൻസ് മാത്രം മതി. ഓക്കെ, സെറ്റല്ലേ? ഇനി സി, for intravenous injections, only solutions with osmotic pressure equal to that of 0.9% NaCl solution is used. Why? എന്തുകൊണ്ടാണ് ഇൻട്രാവീനസ് ഇഞ്ചക്ഷനിൽ ഓസ്മോട്ടിക് പ്രഷർ 0.9% NaCl സൊല്യൂഷൻ മാത്രം യൂസ് ചെയ്തേക്കുന്നത്? റീസൺ എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ ബ്ലഡ് ഐസോട്ടോണിക് സൊല്യൂഷനാണ്. This is because our blood are isotonic with 0.9% NaCl solution. അപ്പം 0.9% NaCl സൊല്യൂഷനുമായിട്ട് നമ്മുടെ ബ്ലഡിന് ഒരു ഐസോട്ടോണിക് മീഡിയം കീപ്പ് ചെയ്യുന്നുണ്ട്. So osmosis does not occur if we place the blood cells in the situation. പിന്നെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, if the blood cells are placed in NaCl solutions with higher or lower concentration than 0.9%, they would shrink or swell. അപ്പം 0.9 വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പം ചോദിക്കാം. അപ്പം നമുക്ക് ഈ ഒരു ആൻസർ എഴുതാം. NaCl സൊല്യൂഷൻ 0.9%-നെക്കാട്ടും വലുതോ ചെറുതോ ആയാൽ അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ? അപ്പം പറയണം, 0.9% NaCl സൊല്യൂഷൻ അല്ല എന്നുണ്ടെങ്കിൽ RBC ഒന്നെങ്കിൽ സ്ട്രിങ്ക് ചെയ്യുകയോ സ്വെല്ല് ചെയ്യുകയോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് 0.9% NaCl solution is used because it becomes isotonic with our blood, with RBC. Okay. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ്. നെയിം ദ ലോ വിച്ച് ഹെൽപ്സ് us to determine partial vapor pressure of a volatile component in a solution. അത് none other than Raoult's law ആണ്. എന്താണ് സ്റ്റേറ്റ് ദ ലോ? ഇപ്പം വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ is different from that of pure solvent. Name the law which helps us to determine the partial vapor pressure of a volatile component in a solution. ഒരു സൊല്യൂഷനകത്തുള്ള volatile componentൻ്റെ partial pressure ഡിറ്റർമൈൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലോയാണ് റൗൾസ് ലോ. ഓക്കെ, ഇനി ഈ ലോ എന്താണെന്ന് പറയണം. ഓക്കെ, ഈ ലോ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും നെക്സ്റ്റ് വീഡിയോ കാണണം. ഈ പറഞ്ഞ 4 ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ കടക്കുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ഒരുപാട് ടൈം എടുത്തു, 1, 2 കാരണം അത്രമാത്രം ഡീപ്പായിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണത്. ചിലപ്പോൾ ഇൻ കേസ് ആ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഡോണ്ട് ഫീൽ ടെൻസ്ഡ് ഓർ സ്ട്രെസ്ഡ്. നിങ്ങളത് പഠിക്കാൻ വേണ്ടി യു ഷുഡ് ഡു ഇറ്റ്. ഓക്കെ, യു ഷുഡ് ഡു ഇറ്റ്. ദെൻ എക്സാം ഇസ് വെരി ഈസി. നിങ്ങൾ വളരെ ഈസിയാണ്, നിങ്ങൾക്ക് അതിനെക്കൊണ്ട് കേപ്പബിളാണ്. അപ്പം ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എഴുതി തന്നെ പഠിക്കുക. എഴുതി പഠിച്ചു കഴിഞ്ഞാൽ യു വിൽ ഡെഫിനറ്റ്ലി സ്കോർ ഫുൾ മാർക്സ്. അപ്പം ഈ ഒരു സേ എക്സാം അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നവരോട് പറയുകയാണ്, സേ എക്സാം നിങ്ങൾ തോറ്റു പോയേക്കാം, പക്ഷേ ഒരിക്കലും നിങ്ങൾ തോറ്റവരല്ല. ശരിക്കും ഫെയിലിയർ എന്ന് പറയുന്നത് എന്താണ്?
ഫസ്റ്റ് അറ്റംപ്റ്റിലുള്ളൊരു മാർക്ക് കുറഞ്ഞു പോയി, ഇറ്റ്സ് ഓക്കെ. പക്ഷേ നെവർ ഗിവ് അപ്പ്, യു ഷുഡ് മൂവ് ഓൺ. ഓക്കെ,